ഒരമ്പലത്തിലും ദാർശനിക ചർച്ചകളില്ല, ഒരമ്പലത്തിലും ഗൗരവതരമായി ഒന്നും ചിന്തിക്കുന്നില്ല. രാമായണമാ. ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് കുവൈറ്റിലൊരു പരിപാടിക്ക് ഒരു ശ്രീനാരായണ ദർശനങ്ങളെ പറ്റിയുള്ള ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ പോയി കുവൈറ്റിൽ. അവിടുന്ന് ഒരു കാനഡക്കാരനെ പരിചയപ്പെട്ടു. കാനഡക്കാരൻ പറഞ്ഞു, ഞാൻ കേരളത്തിലാന്ന് പറഞ്ഞ ദി ലാൻഡ് ഓഫ് കഥകളി. അദ്ദേഹം കഥകളി കാണാൻ വേണ്ടി എല്ലാ കൊല്ലവും 5 ലക്ഷം ഉറുപ്പിയും ചിലവാക്കി എല്ലാവരും കൊല്ലം ഇവിടെ വരും കഥകളി കാണാൻ. അത്ര ഇഷ്ടമായേക്ക് കഥകളിയെ. രണ്ടാമത്തെ കാര്യം, വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരല്ലേ നിങ്ങൾ? അദ്ദേഹം പറയാ, വായനയ്ക്ക് വേണ്ടി 1 മാസം. ഞാൻ അത്ഭുതപ്പെട്ടു. അതിപ്പോൾ നമ്മളറിയില്ലല്ലോ. ഇപ്പം ഞാൻ ഒരുപാട് കാലം ലൈബ്രറി കൗൺസിൽ, പിന്നെ മനസ്സിലായി രാമായണ മാസം കർക്കിടകം. ഇവിടുത്തെ സത്യം നമുക്കറിയാലോ. കർക്കിടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ പൂട്ടിയാൽ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത ടീമായത് ഈ വായിക്കുന്നവർ. അതുമാത്രമല്ല, അമ്പലങ്ങളിൽ രാമായണ പാരായണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കൂല. ഇതാര് കേൾക്കാനാ? മൈക്കിൻ്റെ കോളാമ്പി നേരെ ദൈവത്തിനെ കൊള്ളേ. ദൈവം ഇത് കേട്ടിട്ട് നന്നാവാൻ, ദൈവത്തെ കേൾപ്പിക്കാനാണ്. ദൈവത്തെ കേൾപ്പിക്കാനാണ്. ഒരാളുടെ പേര് ഒരാളുടെ മുഖത്ത് നോക്കി 1000 തവണ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തളയിപ്പോയില്ലേ? ദൈവത്തിന് ഇങ്ങനെ 1000കണക്കിന് തവണ പേര് പറഞ്ഞാൽ ദൈവത്തിന് സന്തോഷമാകുന്ന ഏതെങ്കിലും ദൈവം വീടിയും പറഞ്ഞോ? തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. ഒരാളെ വിളിച്ചാൽ എന്താ കാര്യം പറയണ്ടേ? ഒരാളെ വിളിച്ച് സുമൻ ചേട്ടാന്ന് ഞാൻ വിളിക്കുന്നു. സുമൻ ചേട്ടാ എന്തോ? ഒന്നുമില്ല. അങ്ങനെ വിളിക്കാവൂ? പറ്റിക്കലല്ലേ. ദൈവത്തെ ഇങ്ങനെ വിളിക്കുക? ഒന്നുമില്ല, വെറുതെ വിളിക്കുക. ഇതൊക്കെ ഒരു യുക്തിയില്ലാത്ത സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരീശ്വരവാദത്തിൻ്റെ യുക്തിബോധമല്ല ഞാൻ പറയുന്നത്, സാമാന്യ യുക്തിബോധത്തിന് നിരക്കാത്തതാണ്. ഇത്രയും ആളുകൾ ഈ 6,80,000 അമ്പലങ്ങളിലും ഇത്രയും പള്ളികളിലും നടക്കുന്ന പ്രക്രിയ മുഴുവൻ മനുഷ്യൻ്റെ അധ്വാനവും അവൻ്റെ സമയവും ചെലവഴിക്കുന്നതാണ്. ഈ സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഭൂമിയുടെ ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം നിൽക്കുന്നതാരാ? മതങ്ങളും വിശ്വാസവുമാണ്. Subscribe and follow me.